നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 2ാം വാരത്തിൽ ഒറ്റക്കെട്ടായി നടന്നേക്കും. മോഹൻലാൽ KSRTCയുടെ ഗുഡ് ഡീൽ അംബാസഡർ ആകും. പണം വാങ്ങില്ല. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 4 ലക്ഷം കുട്ടികൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യയിൽ അറിവ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കൈറ്റിന്റെ റോബോട്ടിക്സ് പരിശീലനം. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണം, ട്രംപിനെതിരെ US നഗരങ്ങളിൽ പ്രതിഷേധ റാലി. മാധ്യമങ്ങളുടേത് അനാവശ്യ സമ്മർദ്ദം, SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി ഏപ്രിൽ 2ാം വാരത്തോടെ നടന്നേക്കും. മെയ് 7 മുൻപായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തലിനായി തിങ്കളാഴ്ച 5 സംസ്ഥാനങ്ങളെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ COമാരാണ് ചർച്ചയ്ക്കെത്തിയത്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാനദണ്ഡമനുസരിച്ചുള്ള കേന്ദ്ര സേനയെ അനുവദിക്കണമെന്ന് കേരളത്തിൻ്റെ CEO രത്തൻ യു കേൽക്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 1 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ, കമ്മീഷണർമാരായ ഡോക്ടർ സുഖീന്ദർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ 5ഇടത്തും പര്യടനം നടത്തും. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ KSRTCയുടെ ഗുഡ് വിൽ അംബാസഡറാകും. മോഹൻലാലുമായി സംസാരിച്ചെന്നും അദ്ദേഹം സമ്മതിച്ചെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സൗജന്യമായാകും മോഹൻലാൽ പരസ്യങ്ങൾ ഉൾപ്പെടെ KSRTC സഹകരിക്കുക. മികച്ച സംവിധായകരെ വെച്ച് പരസ്യങ്ങൾ ചിത്രീകരിക്കുമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ ആളുകൾ KSRTCയിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പാക്കും. ബഡ്ജറ്റ് ടൂറിസവും ഡ്രൈവിംഗ് സ്കൂളും വിജയകരമായി തുടരുകയാണ്. ഫെബ്രുവരിയിൽ ബിസിനസ് ക്ലാസ് ബസ്സുകൾ നിരത്തിലിറങ്ങും. എല്ലാ ബസ് സ്റ്റേഷനുകളുടെയും നിർമ്മാണവും പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് 73 വയസ്സ് അന്തരിച്ചു. ഏറെ നാളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായി. ചൊവ്വാഴ്ച വൈകിട്ടോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുസ്ലിം ലീഗിൻ്റെ മധ്യ കേരളത്തിലെ സമുന്നതായ നേതാവായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ്. 1952 UV ഖാദറിൻ്റെയും ചിത്തുമ്മയുടെയും മകനായി ആലുവ കൊങ്ങോപ്പള്ളിയിലാണ് ജനനം. MSFിലൂടെയും മുസ്ലിം യൂത്ത് ലീഗിലൂടെയുമായിരുന്നു രാഷ്ട്രീയ പ്രവേശം. 2001 മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്നായി ആദ്യമായി നിയമസഭയിലെത്തിയത്. 2006 വീണ്ടും മട്ടാഞ്ചേരിയിൽ നിന്ന് MLA ആയി. 2011 2016 കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിൽ എത്തി. 2005 PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് ആദ്യമായി മന്ത്രിയായത്. പിന്നീട് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. ഇക്കാലയളവിൽ നടന്ന പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിനെതിരെ അഴിമതി കേസ് ഉണ്ടായി. പാലാരിവട്ട പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞും പ്രതിയായി. മൃതദേഹം വൈകിട്ട് 5 മണിയോടെ പാലാക്കുമുകൾ ജുമാ മസ്ജിദിൽ എത്തിച്ചിരുന്നു. സൗത്ത് കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻ്ററിലും പൊതുദർശനമുണ്ടായി. രാത്രി 9 മണിയോടെ ആലങ്ങാട് ചിറ്റത്തെ വീട്ടിലേക്ക് എത്തിച്ചു. ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. നദീറിയാണ് ഭാര്യ. അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ, അബ്ബാസ്, അനൂപ് എന്നിവർ മക്കളാണ്. മകനായ V അബ്ദുൽ ഗഫൂർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. അന്ത്യോദയ എക്സ്പ്രസ് കുറച്ച് ദിവസം കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത്. കൊച്ചുവേളി മംഗളൂരു ജംഗ്ഷൻ 16-355 അന്ത്യോദയ എക്സ്പ്രസ് 8, 10, 17, 22, 24 തീയതികളിൽ കോട്ടയം വഴിയാവും സർവീസ് നടത്തുക. ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ സ്റ്റോപ്പുകൾ ഒഴിവാക്കി കോട്ടയം എറണാകുളം സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തും. 9 മംഗളൂരിൽ നിന്ന് വരുന്ന 16-603 മാവേലി എക്സ്പ്രസും കോട്ടയം വഴിയാണ് പോകുക. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റോപ്പുകൾ ഒഴിവാകും. പകരം എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ സ്റ്റോപ്പുകളിൽ നിർത്തും. വെനസ്വേലയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ സൈനിക ഇടപെടലിനെതിരെ US നഗരങ്ങളിൽ വൻ പ്രതിഷേധം. വെനസ്വേലയിലെ അമേരിക്കൻ നടപടി ന്യായമല്ലെന്നും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നടപടി. ചിക്കാഗോ, ഡാലസ്, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ,
പിറ്റ്സ്ബർഗ്, സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റിൽ എന്നിവയുൾപ്പെടെ നിരവധി അമേരിക്കൻ നഗരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മറ്റൊരു രാജ്യത്തെ അമേരിക്ക ആക്രമിക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ആ രാജ്യങ്ങളിലെ ജനങ്ങളാണെന്നും അമേരിക്കയുടെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ ഡൊണാൾഡ് ട്രംപിന് അധികാരമില്ലെന്നും US ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടർ ലംഘിച്ചുവെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. എണ്ണയ്ക്ക് വേണ്ടി രക്തം വേണ്ട, വെനസ്വേലയിൽ ഇപ്പോൾ ബോംബിടുന്നത് നിർത്തുക തുടങ്ങിയ പ്രസ്താവനകളുള്ള ബാനറുകളുമായിരുന്നു സിയാറ്റിൽ നഗരത്തിലെ പ്രതിഷേധം. നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നമ്മുടെ സർക്കാർ പരമാധികാരവും ലംഘിച്ച് കടന്നുകയറിയ ഒരു രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം ഇത് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കില്ലെന്ന് രാജ്യത്തുടനീളം പറയുക എന്നതാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന ആൻസർ എന്ന സംഘടനയുടെ സംഘാടകനായ ടൈലർ യങ് പറഞ്ഞു. US താമസിക്കുന്ന വെനസ്വേലക്കാരെ നാടുകടത്തുന്നതിനെതിരെയും പ്രതിഷേധക്കാർ ശബ്ദമുയർത്തി. ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ബോറോയിൽ മഡൂറോ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിന് പുറത്തും പ്രതിഷേധക്കാർ ഒത്തുകൂടി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിപ്ലവത്തിന് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ റോബോട്ടിക്സ് പരിശീലനം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 4.5 ലക്ഷത്തോളം വരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനായി ജനുവരി 15-നകം എല്ലാ സ്കൂളുകളിലും ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ റോബോട്ടിക് ശില്പശാല പൂർത്തിയാക്കും. 10ാം ക്ലാസ്സിലെ പുതുക്കിയ IT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോബോട്ടിക്സ് പാഠഭാഗങ്ങൾ പ്രായോഗികമായി പഠിക്കാനാണ് പരിശീലനം. 2 സെഷനുകളിലായാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ സെഷനിൽ റോബോട്ടിക്സിന്റെ പ്രാധാന്യം, വിവിധ മേഖലകളിലെ ഉപയോഗം, റോബോട്ടിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഇൻപുട്ട്, പ്രോസസർ, ഔട്ട്പുട്ട് എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകും. തുടർന്ന് കൈറ്റ് സ്കൂളുകൾക്കായി നൽകിയ റോബോട്ടിക് കിറ്റിലെ പ്രധാന ഘടകങ്ങളായ ആർഡിനോ ബോർഡ്, ബ്രെഡ് ബോർഡ്, LED തുടങ്ങിയവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. രണ്ടാമത്തെ സെഷൻ പൂർണ്ണമായും പ്രായോഗിക പരിശീലനത്തിലുള്ളതാണ്. ഓരോ സ്കൂളുകളിലും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെയും മെന്റർമാരുടെയും നേതൃത്വത്തിലാണ് ശില്പശാലകൾ നടത്തുക. 4-5 കുട്ടികൾ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് ഒരു റോബോട്ടിക് കിറ്റ് എന്ന അനുപാതത്തിലാണ് പരിശീലനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭാവിയിലെ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. ഒരു സ്വാധീനത്തിനും വഴങ്ങരുതെന്ന് നിർദ്ദേശിച്ച കോടതി അന്വേഷണത്തിന് 6 ആഴ്ച കൂടി അനുവദിച്ചു. ശാസ്ത്രീയവും നിഷ്പക്ഷവുമായാണ് അന്വേഷണം നടക്കുന്നത്. അതിന് സമയമെടുക്കും. കോടതി തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരുൾപ്പെടെ SITയുടെ അന്വേഷണത്തിന് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനും ആശങ്കകൾ ഇല്ലാതാക്കാനും നിരീക്ഷണം നടത്തും. അന്വേഷണത്തിൽ ക്ഷമയും ജാഗ്രതയും അനിവാര്യമാണ്. ഉന്നത സ്വാധീനത്തിനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് അന്വേഷണ കോടതിയുടെ കർശന മേൽനോട്ടത്തിലാക്കിയത്. 19-ന് അന്വേഷണം പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ദേശീയ വിരവിമുക്ത ദിനം 1600 സ്കൂളുകളിലും 2504 അംഗനവാടികളിലും കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് വിരഗുളിക നൽകി. ദേശീയ വിരമുക്ത ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിലെ 1600 സ്കൂളുകളിലും 2504 അംഗനവാടികളിലും വിദ്യാർത്ഥികൾക്ക് വിരഗുളികൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സിംപ്രേലക്ക് ഗുളിക നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ 1 മുതൽ 19 വയസ്സ് വരെയുള്ള 5,67,475 കുട്ടികൾക്കാണ് ജനുവരി 6-ന് വിരനശീകരണത്തിലുള്ള ആൽബൻഡസോൾ ഗുളിക നൽകുന്നതിന് ആരോഗ്യവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. വിരവിമുക്ത ദിനത്തിൽ ഗുളിക കഴിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ജനുവരി 12-ലെ മോപ്പപ്പ് ദിനത്തിൽ ഗുളിക കഴിക്കാവുന്നതാണ്. മുണ്ടേരി സ്കൂൾ വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KT ഏക അധ്യക്ഷയായി. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന മുഖ്യ അതിഥിയായി. വാർഡ് കൗൺസിലർ KT സമീറ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ G അശ്വിൻ, മുണ്ടേരി ഗവൺമെൻറ് HHS പ്രിൻസിപ്പൽ മനോജ് കുമാർ, ഹെഡ്മിസ്ട്രസ് റംലത്ത് BV, ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് MB മുരളി, ജില്ലാ MCH ഓഫീസർ ഗീതകുമാരി, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ T സുധീഷ് എന്നിവർ സംസാരിച്ചു. ഗുളിക കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, കുട്ടികളിൽ കാണപ്പെടുന്ന വളർച്ച
പോഷണക്കുറവ്, ക്ഷീണം എന്നിവയുടെ പ്രധാന കാരണം വിരയാണ്. കൂടാതെ കുട്ടികളുടെ ശാരീരിക ആരോഗ്യത്തെയും പഠിത്തത്തിലും പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും ബാധിക്കുന്നു. ഉരുളൻ വിര, കൊക്കപ്പുഴു, ചാട്ടവിര, കൃമി, നാടവിര എന്നിവയാണ് സാധാരണയായി കുടലിൽ കാണുന്ന വിരകൾ. ഇവ ശരീരത്തിൽ ലഭിക്കേണ്ട പോഷണം വലിച്ചെടുക്കുന്നത് മൂലം കുട്ടികൾക്ക് പോഷണ വൈകല്യം, ക്ഷീണം എന്നിവ ഉണ്ടാകുന്നു, വിളർച്ചയ്ക്ക് കാരണമാകുന്നു. മാതൃകാ സ്വയംപ്രഭ ഹോമായി തിരഞ്ഞെടുക്കപ്പെട്ട താളിക്കാവ് മാതൃകാ സ്വയംപ്രഭ ഹോമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ തിളക്കത്തിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ താളിക്കാവ് സ്വയംപ്രഭ ഹോം. 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മാതൃകാ സ്വയംപ്രഭ ഹോം പദ്ധതി ആരംഭിക്കുന്ന ഭാഗമായാണ് ജില്ലയിൽ നിന്ന് താളിക്കാവ് സ്വയംപ്രഭ ഹോമിനെ മാതൃകാ സ്വയംപ്രഭ ഹോമാക്കി ഉയർത്തിയത്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വയംപ്രഭ. സംസ്ഥാനത്തെ നിലവിലുള്ള 15 സ്വയംപ്രഭ ഹോമുകളെയാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള മാതൃകാ സ്വയംപ്രഭ ഹോമുകളായി ഉയർത്തിയത്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ 9 സ്വയംപ്രഭ ഹോമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കാവുംഭാഗത്തെയും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുവട്ടിയിലും പാട്യം പെരളശ്ശേരി പഞ്ചായത്തിലും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ കാവിൻമോനിയിലും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ മധുരക്കോട് നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിച്ചാലിലുമാണ് സ്വയംപ്രഭ ഹോമുകളുള്ളത്. വയോജനങ്ങൾക്കായി സൗജന്യ OP, ഫിസിയോതെറാപ്പി സെൻറ്റർ, ആയുഷ് ഡോക്ടറുമായി കൂടിക്കാഴ്ച, മെഡിക്കൽ ക്യാമ്പുകൾ, മാസത്തിൽ ഒരിക്കൽ അനാഥരായ വയോജനങ്ങളുടെ വീടുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കിറ്റെത്തിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുള്ള എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക, ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ലഭ്യമാക്കുക, വിദഗ്ധ കൗൺസിലറുടെ സേവനം ലഭ്യമാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുള്ള എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ച് കൈത്തൊഴിൽ പരിശീലനം ആരംഭിക്കുക, വായനക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ. മലയാള കാവ്യസാഹിതി സംസ്ഥാന കവിതാ പുരസ്കാരം KV മസ്തക്ക്. കലാസാഹിത്യ സംഘടനയായ മലയാള കാവ്യസാഹിതി മക്കാസ സംസ്ഥാന കവിതാ പുരസ്കാരത്തിൽ കണ്ണൂർ സ്വദേശിയായ KV മസ്തിയുടെ വിരൽ സദ്യ എന്ന കവിത തിരഞ്ഞെടുത്തു. കവിയും നിരൂപകനുമായ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ, കവിയും നോവലിസ്റ്റുമായ ഡോക്ടർ KP സുധീര, കലാസാഹിത്യ നിരൂപകൻ കാവാലം അനിൽ എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാരത്തിനായി മസ്തിയെ തിരഞ്ഞെടുത്തത്. AKG സ്മൃതി മ്യൂസിയം ഉടൻ നാടിന് സമർപ്പിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. AKG സ്മൃതി മ്യൂസിയം അടുത്ത മാസം തന്നെ നാടിന് സമർപ്പിക്കുമെന്ന് രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ടൗൺ സ്ക്വയറിൽ കണ്ണൂർ പൈതൃകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യാമ്പലത്ത് മുരുക്കാഞ്ചേരി കേളു സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കും. കടന്നപ്പള്ളി തെയ്യം മ്യൂസിയത്തിന്റെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. CSI പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയുടെ പൈതൃക പ്രാധാന്യം പരിഗണിച്ച് അത് സംരക്ഷിക്കാനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ ചരിത്രവും പൈതൃകവുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ നേരിടാനും യഥാർത്ഥ ചരിത്ര സൃഷ്ടികളുടെ കാവലാളായി മാറാനും ഓരോരുത്തരും സ്വയം സന്നദ്ധരാകണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ പൈതൃകോത്സവം മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് അറിവ് നൽകുന്നതായി നാടിന്റെ അമൂല്യങ്ങളായ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, പൈതൃക പദയാത്ര, ഗാന്ധിയൻ ഫോട്ടോ പ്രദർശനം എന്നിവ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയെന്ന് മന്ത്രി പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ശൗര്യചക്ര PV രമേശ് എന്നിവർ മുഖ്യാതിഥികളായി. മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ മഞ്ജുള ദേവി, മ്യൂസിയം വകുപ്പ് സൂപ്രണ്ട് PSG പ്രിയരാജൻ, സൂപ്രണ്ട് PS ചർവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പ്രകാശ് ഉള്ളേരിയും ചേർന്ന് അവതരിപ്പിച്ച ദ്വയരാഗതാള വിസ്മയവും അരങ്ങേറി. നിരന്തരമായ നവീകരണങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് പൈതൃകം. ഡോക്ടർ PJ വിൻസെന്റ്. പൈതൃകവും ചരിത്രവുമെല്ലാം ഗൃഹാതുരത്വമുണ്ടാക്കുന്ന ആശയങ്ങളാണെങ്കിലും അത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുന്നില്ലെന്ന് ചരിത്രകാരൻ ഡോക്ടർ PJ വിൻസെന്റ് പൈതൃകോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായ നവീകരണങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് പൈതൃകം. പൂർണ്ണമായും ഒഴിവാക്കേണ്ടവയും സമ്പൂർണ്ണമായി സ്വീകരിക്കേണ്ടതുമായ പൈതൃകങ്ങളുമുണ്ട്. പൈതൃകം എന്നത് പൂർണ്ണമായും ശുദ്ധമായ ഒരു പദമല്ലെന്നും സ്വീകാര്യമായതും അല്ലാത്തതുമായ പൈതൃകങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൈതൃകങ്ങളെ
നിരന്തരം പരിപോഷിപ്പിച്ചാൽ മാത്രമേ വർത്തമാനകാലത്തിൽ വേരുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും PJ വിൻസെന്റ് കൂട്ടിച്ചേർത്തു. കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ ഭവന സന്ദർശനം ബുധനാഴ്ച മുതൽ. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം ജനുവരി 7 ബുധനാഴ്ച ആരംഭിക്കും. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ ജില്ലാ കിഴുന്നിയെ ഉദ്യോഗസ്ഥ സമ്പൂർണ്ണ ഗ്രാമമാക്കാൻ തീരുമാനമെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥ ഗ്രാമമാക്കി കിഴുന്ന ഗ്രാമത്തെ മാറ്റാനാണ് കിഴുന്ന കരിയർ ഗൈഡൻസ് സെൻറ്റർ കാർഷിക കൂട്ടായ്മ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ 26 വർഷമായി സൗജന്യമായി PSC പരിശീലനം നൽകിയും 350 പേരിൽ അധികം ആളുകൾ സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്ത് മാതൃക സൃഷ്ടിച്ചതാണ് കിഴുന്ന കരിയർ ഗൈഡൻസ് സെൻറ്റർ. കോർപ്പറേഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സോന ജയറാം ഉദ്ഘാടനം ചെയ്തു. ജനു ആയിച്ചങ്കണ്ടി അധ്യക്ഷനായി. T മോഹൻദാസ് റിട്ടയർഡ്, AO PV വിനോദ് കുമാർ, MC സദാനന്ദൻ, PV വിജയൻ, M വിനോദൻ, M പ്രകാശൻ, സിഗി പ്രകാശ്, PV സജിത്ത്, T ഷജിൽ, TV ഗൗരി എന്നിവർ സംസാരിച്ചു. ദേശീയ പരിസ്ഥിതി ഉച്ചകോടി സെമിനാർ 24 ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി ഉച്ചകോടിയുടെ ഭാഗമായി ജനുവരി 24 രാവിലെ 10 മണി മുതൽ കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ പരിസ്ഥിതി സെമിനാർ നടക്കും. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. കഴിഞ്ഞ 10 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ പരിസ്ഥിതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും. ദേശീയ പരിസ്ഥിതി ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. പരിസ്ഥിതി പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന പ്രത്യേക പുസ്തകത്തിൻ്റെ പ്രകാശനവും നടക്കും. പരിസ്ഥിതി ഉച്ചകോടിയുടെ ഭാഗമായി കോളേജ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ രചന മത്സരവും UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിക്കും. ജനുവരി 17 രാവിലെ 10 മണി മുതൽ UP ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരങ്ങൾ, 10:30 മുതൽ പ്രബന്ധ രചനാ മത്സരം കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ നടക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥാപന മേധാവികൾ മുഖേന ജില്ലാ മിഷൻ കോർഡിനേറ്റർ, ഹരിത കേരള മിഷൻ, കണ്ണൂർ സിവിൽ സ്റ്റേഷൻ, പോസ്റ്റ് സിവിൽ സ്റ്റേഷൻ എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ 88 48 38 33 25. വാട്ടർ വളണ്ടർ ക്യാമ്പയിൻ ശില്പശാല 15-ന്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള വാട്ടർ വളണ്ടർമാർക്കായുള്ള ശില്പശാല 15 രാവിലെ 10 മണി മുതൽ കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കും. ക്യാമ്പയിനിൽ പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ശില്പശാലയിൽ പങ്കെടുക്കാം. ജലസാക്ഷരതാ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ഭൂജല വകുപ്പ്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, സന്നദ്ധ സംഘടനയായ മോർ എന്നിവ സംയുക്തമായാണ് വാട്ടർ വളണ്ടർ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പുഷ്പോത്സവം പച്ചക്കറി പൂന്തോട്ട മത്സരത്തിൽ പങ്കെടുക്കാം. കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി വീടുകളിലെ പൂന്തോട്ടങ്ങൾക്കും പച്ചക്കറി തോട്ടങ്ങൾക്കുമായി മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ, ചിറക്കൽ, അഴീക്കോട്, ഓതാട്ടണം, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ ഉള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്.
50 സ്ക്വയർ മീറ്റർ താഴെ, 50 സ്ക്വയർ മീറ്റർ മുകളിൽ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായാണ് മത്സരം നടക്കുക. പങ്കെടുക്കുന്നവർ ജനുവരി 15 മുമ്പ് പേരുകൾ രജിസ്റ്റർ ചെയ്യണം. വിവിധ നിർണയ സമിതി അംഗങ്ങൾ 17 തോട്ടങ്ങൾ സന്ദർശിച്ച് വല നിർണ്ണയിക്കും. ഫോൺ 944 677 6930, 944 701 0913. ചിന്തകൾക്ക് തീ കൊളുത്തി കണ്ണൂർ സർവകലാശാല യൂണിയൻ കലാജാഥ. നോക്കൂ, കാണേ കാണേ കാവി തെളിയുന്നുണ്ട്. കാവി പുതച്ച് അസംബന്ധങ്ങളെ പൊൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ദുരവസ്ഥയ്ക്കെതിരെ വിപ്ലവത്തിൻ്റെ തീപ്പന്തം കൊളുത്താൻ ക്യാമ്പസുകളെ ഉണർത്തി കണ്ണൂർ സർവകലാശാല യൂണിയൻ കലാജാഥയ്ക്ക് ഇന്നലെ തുടക്കമായി. പുരാണങ്ങളിലെ കെട്ടുകഥകളും ശാസ്ത്രമെന്ന വ്യാഖ്യാനത്തിലൂടെ അവതരിപ്പിച്ചും ചരിത്രം തിരുത്തിയും കാവി നിറമണിയുന്ന ക്യാമ്പസുകളുടെ നേർചിത്രമുണ്ട് കലാജാഥയിൽ. അധികാരികളും നടത്തിപ്പുകാരും അനുചര വൃന്ദവും ചേർന്ന് കാണേ കാണേ കാവി നിറം പൂശുന്ന കലാലയങ്ങളെയും സർവകലാശാലകളുടെയും മുഖപടം കലാജാഥ വലിച്ചു നീക്കുന്നു. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, തുടയിൽ നിന്ന് വൈശ്യനും, കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു വന്ന കെട്ടുകഥ പോലും ചരിത്രവും സംസ്കാരവുമായി പുനർജനിക്കുന്ന കാലത്ത് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്കെങ്ങനെ അവകാശമെന്തെന്ന് ആട്ടം ക്യാമ്പസുകളോട് മൂർച്ചയുള്ള ചോദ്യം തൊടുക്കുന്നു. കഥകളിലെ പുഷ്ക വിമാനവും ഗണപതിയെയും ചൂണ്ടിക്കാട്ടി വിമാനവും പ്ലാസ്റ്റിക് സർജറിയും പണ്ടേ ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്ന ഇരുട്ടിനെ ചൊല്ലി വേവലാതിപ്പെടുന്നുണ്ട് ജാഥ. അധികാരം നിലനിർത്താൻ ഹീനമാർഗങ്ങൾ എന്തുമാവാം എന്ന രാജശാസനം നടപ്പാക്കിയാണ് സർവകലാശാലകളിലെ അധികാരികളെന്ന് ജാഥ വിരൽ ചൂണ്ടുന്നു. യോഗ്യതയില്ലാത്ത അജ്ഞാനവർത്തികൾ കൈയടക്കിയ VC-മാരുടെ കസേരകൾ ഭരിക്കുന്നവരുടെ താളത്തിന് തുള്ളുന്നവയായി മാറിയതിൻ്റെ ചിത്രവും കലാജാഥയിൽ തെളിയുകയാണ്. വർത്തമാനകാല സാമൂഹ്യ വിഷയങ്ങളോടൊപ്പം കലാജാഥ സംവദിക്കുകയാണ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ M. രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു, ജനറൽ സെക്രട്ടറി കവിത കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അഭിനന്ദ് തിരുവമ്പ്രം, അഭിഷേക് എന്നിവർ പരിശീലകരായുള്ള ജാഥയിൽ A. ശ്രീലക്ഷ്മി, TP അനാമിക, PP അപർണ, K. സനൂഷ, അമിത മനോഹരൻ, M. ശ്രീനിവ, P. അഭിനന്ദ്, R. രാഖേന്ദു, K. തേജസ്, K. സുബിൻ എന്നിവരാണ് അംഗങ്ങൾ. മുന്നാട് പീപ്പിൾസ്, പെരിയ SN, നീലേശ്വരം ക്യാമ്പസ്, ചെറുവത്തൂർ ടൗൺ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇന്ന്